എന്ത് നാത്തൂനെ? വിജയനെല്ലാം ഉണ്ടാ? ഓ വിജയണ്ണന്റെ പെങ്ങളാണ്. എന്ത്? ഒന്ന് കൊടുത്തേ. അണ്ണൻ ഇപ്പം കൊടുക്കുന്ന സമയമില്ല, അണ്ണൻ കുളിക്കുന്നു. എന്നെ എന്ത് കാര്യം? വിജയനെ കൊടുക്കാൻ പറ്റുമോ? അത് തന്നെ കാര്യം എന്തെന്ന് പറ. വിജയന്റെ പെണ്ണും പിള്ളേയും കൊച്ചുങ്ങളും ഇവിടെ തന്നെയുണ്ട്. എന്ത് കാര്യം എന്ന് പറ. പിന്നെ വേറെ ഏത് പെണ്ണ് വിളിക്കുന്നത്? കുറെ ദിവസം കൊണ്ട് കിടന്ന് ശല്യം ചെയ്യുന്നല്ലേ. വിജയനെ കൊടു. വിജയണ്ണന്റെ കൊടുത്തില്ലെങ്കിൽ എന്റെ വിജയനെ കൊടു. പിന്നെ നിന്റെ വിജയണ്ണന്റെ കൊടുത്തില്ലെങ്കിൽ നമ്മളെ അണ്ണം കഴിച്ചല്ലേ നിനക്ക് അണ്ണയുള്ളു. സത്യമില്ല. എന്റെ വിജയണ്ണ സൂക്കേടാണ്. മിണ്ടരുത്. ഹലോ, എന്താ എന്റെ സൂക്കേട് മക്കളെ നിനക്ക്? വിജയണ്ണ ഞാൻ അവന്റെ അമ്മയാണ്. എന്റെ വിജയണ്ണന്റെ കൂടെ. എന്റെ വിജയണ്ണന് വിജയണ്ണനുള്ളതെല്ലാം താടി നോമ്പെല്ലാം തളർന്നു പോയി. എന്റെ വിജയണ്ണ. അയ്യോ എന്റെ വിജയണ്ണ മണ്ടല്ലടി. എന്റെ വിജയണ്ണ. വിജയണ്ണ ഊമ്പാൻ പോയി. വിജയണ്ണ ഊമ്പാൻ പോയി. അവന് ഭാര്യ മക്കളുണ്ട്. എന്താ അവിടെ ശല്യം ചെയ്യുന്നത്? എന്റെ വിജയണ്ണന്റെ കൂടെ. അയ്യോ എന്റെ വിജയണ്ണന്റെ കോത്ത്. എന്റെ വിജയണ്ണന്റെ കോത്ത് ഉണ്ടേടാ മക്കളെ. എന്റെ വിജയണ്ണ. അയ്യോ ചാവടി ചാവടി. രണ്ട് കൊച്ചുങ്ങളും ഒരു ഭാര്യയുള്ള ഒരുത്താനെ പിടിച്ചിട്ട് നിനക്ക് നീ എന്തായാലും വേണടി അവനെ കൊണ്ട്. എന്റെ വിജയണ്ണ കാണണം. അയ്യോ നീ വാ, നീ ഇവിടെ വാടി കാണാൻ. നീ ഇവിടെ വാ, നീ ഇവിടെ പരവൂര് വാ. പരവൂര് എവിടെ വന്നു? പരവൂര് വാ. പൊലിക്കര വന്നാ മതി. നീ പൊലിക്കര വന്നാ മതി. പൊലിക്കര എവിടെ വരണം? പൊലിക്കര ക്ഷേത്രത്തിന്റെ അവിടെ വന്നാ മതി. എവിടാ? പൊലിക്കര ക്ഷേത്രത്തിന്റെ അവിടെ. വലിയ ക്ഷേത്രത്തിനടുത്താ? വലിയ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ. അവിടെ എനിക്കറിയാമല്ലോ. അവിടെ എനക്ക് അറിയാമോ? നീ വിജയനെ എവിടെ വെച്ച് കണ്ട്? വിജയനെ ഈ ഫോണിൽ കൂടെ. അയ്യോ വിജയനെ ഫോണിൽ കൂടെ കണ്ടാ നിന്നെ? എന്റെ വിജയനല്ലേ? നിന്റെ വിജയനെ തൂങ്ങാൻ പോയി. എന്റെ വിജയനെ പുറത്ത് തൂങ്ങല്ലേ? എന്റെ വിജയനോ എന്തല്ലടി എന്തല്ലടി എന്താ എനക്ക്? എന്റെ വിജയന. അയ്യോ വിജയന. അയ്യോ എന്റെ വിജയനല്ലേ? പൊലിക്കര ക്ഷേത്രത്തിന് വലിയ ക്ഷേത്രത്തിന്റെ അവിടെ വരാം. നാളെ അവൾക്ക് അറിയാം. അന്നേരം ഏത് അവളാടി ഇത് കൂട്ടേട്. അവിടെ വാടി. നാളെ നീ പൊലിക്കര ക്ഷേത്രത്തിന്റെ അവിടെ ഞങ്ങൾ എല്ലാരും അവിടെ കാണും. വണ്ടി പോണ സ്ഥലം വന്നാ? എവിടെ വന്ന്? ഹലോ. ഹലോ. എനിക്ക് നിന്നെ ഒരു പരിചയമില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ വിജയനെ അമ്മയുടെ കൊടുത്ത് ഇങ്ങനെ ചോദിച്ചാൽ എന്റെ അമ്മ എന്റെ അമ്മ കാണണ്ടേന്ന്. അങ്ങനെ വിളിക്കത്തില്ല. ഞാൻ എൻ്റെ മക്കളോട് കഴിയാണ്. എൻ്റെ മോൻ +2 പാസ്സായി. പിന്നെ മോള് +1. എന്റെ വിജയണ്ണ എന്നിട്ട് നമുക്കൊന്ന് കാണണ്ടോ? നമുക്കൊന്ന് കാണണ്ടോ? എനിക്ക് നിന്നെ കാണണം. അത്യാവശ്യമാണ് നിന്നെ കാണണം. നീ നാളെ കാണാൻ പറ്റുമോ? നാളെ എനിക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്. എവിടെ ഡ്യൂട്ടി? എനിക്ക് വർക്കല ഡ്യൂട്ടി ഉണ്ട് നാളെ. എവിടെ? വർക്കല. വർക്കല എവിടെ? ആനേശത്ത്. ഒരു കാര്യം, വർക്കല എത്ര മണിക്ക് വരും? ഞാനൊരു 1 മണി വരും. രാവിലെ വാതി. എനിക്ക് നാളെ വർക്കല പണി. എനിക്ക് നാളെ വർക്കല പണി. എന്നെ? എനിക്ക് നാളെ വർക്കല പണി. നീ നാളെ വർക്കല വരുമോ? എപ്പോ വരും? ഞാൻ വൈകിട്ട് വരാം. എത്ര മണിക്ക് വരും? ഞാനൊരു 11 മണിയാകുമ്പോൾ വരാം. നീ വർക്കല വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഞാൻ വർക്കല വരും. നീ അവിടെ പിന്നെ റിന്യൂ ബേക്കറി എന്ന് പറഞ്ഞ ബേക്കറി ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഓപ്പോസിറ്റ്. റീന ബേക്കറി എന്ന് പറഞ്ഞ ബേക്കറി ഉണ്ട് തൊട്ട് ഓപ്പോസിറ്റ്. അതായത് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഓപ്പോസിറ്റ്. അവിടെ നീ വന്നിട്ട് നീ എന്നെ വിളിക്കണം. ഞാൻ അവിടെ വരും. മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്ക് അമ്മ കാണാം. കണ്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ വിളിച്ചോണ്ട് വരാം. അതുപോലെ എന്നെ പണിയോ? കടിക്കെന്ന് പറയുന്നു. അതൊന്നുമില്ല. എന്നാ പിച്ചോന്ന് പറയുന്നു. നീ വർക്കറോട് വിളിച്ചാൽ മതി. എന്നാ പാൻതുവോ? ഈ ആവശ്യമില്ലാത്ത സംസാരിക്കരുത്. ഞാൻ പിറ്റിയാ മാന്തി എന്താ അത് വന്നപ്പോ നിന്നെ കാണാൻ പാടില്ലതല്ലേ? നിന്നെ കാണാൻ പാടില്ല പറയാൻ പറ്റൂ? എന്നെ കടിക്കുവോ? നീ ആവശ്യമില്ലാത്ത സംസാരിക്കുക. നീ നാളെ 11 മണിക്ക് വരുമോ? എന്നെ തിന്നുവോ? തിന്നും. നിന്നെ തിന്നു ഞാൻ. എന്നെ തിന്നിട്ട് പയ്യെ ഇച്ചിരി വെച്ചിരിക്കണേ. വെച്ചേക്കാം. നീ നാളെ എപ്പോ വരും വർക്കല? ഞാനൊരു 10-11 മണിയാകുമ്പോൾ വരും.
നീ വർക്കല വരുമ്പം ഞാൻ 6 മണി വരെ വർക്കല കാണും. 5:30 6 മണി വരെ വർക്കല കാണും. വർക്കല വരുമ്പം നീ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വിളിച്ചാൽ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരാം. ഏട്ടാ വെക്കട്ടെങ്കിൽ? ആ വെക്കത്തില്ല. ആ എന്തായാലും പറയടി വേണേ പറ. ഞാൻ എന്താ പറയാ, എനിക്ക് നിന്നെ ഇനി കിട്ടിയാ മതി. ഹലോ സൗമ്യ, എനിക്ക് നിന്നെ ഇനി കിട്ടിയാ മതി. ഞാൻ മറ്റവളെ കൊഴിയാം. അവളെ കളയാം. നമുക്ക് വേണ്ട 2 പിള്ളേരെ അവളെ കളയാം. ഹലോ ചേച്ചിയല്ലേ? പാവം ചേച്ചിയല്ലേ? ആ കിസ്സാ. പാവം ചേച്ചി എന്തിനാ ഒഴിയുന്ന? പാവം ചേച്ചി എന്തിനാ ഒഴിയുന്ന? അങ്ങനെ ഒരു 2 പേരെ ഞാൻ എടുക്കാം. നിന്നെ അവളോട് എടുക്കാം. 2 പേരെ തിന്നാൻ പറ്റത്തില്ലല്ലേ? അത് കുഴപ്പമില്ല. നീ വർക്കല നാളെ വരുമല്ല? നാളെ നീ വർക്കല വരുമ്പോ എന്നെ വിളിച്ചിരിക്കണം. ഞാൻ അവിടെ വന്നിരിക്കും. എനിക്ക് വർക്കല പിന്നെ അവിടെ പണി. പണി എന്താ? ജോലിയൊക്കെ ഇഷ്ടം പോലെ ജോലിയുണ്ട്. എന്താ ജോലി? എനിക്ക് പെയിന്റിങ്ങിന് പണി. ഓ വർക്കല ഞാൻ വരുമ്പോ എന്റെ 2 അണ്ണന്മാരെയാണ്. അതെന്ത് നിന്റെ 4 ആളുകൾ വരാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതിനൊക്കെ ഇവിടെ വില്ലന്മാരാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. അത് ആദ്യം നീ മനസ്സിലാക്കണം. നിന്റെ കൂടെ 4 ആളുകൾ വരെ വേണ്ട. എനിക്കെന്ത്? എനിക്ക് പ്രശ്നമൊന്നും. ഞാൻ ഒറ്റയ്ക്ക് കാണത്തുള്ളൂ. നീ 4 ആളുകൾ വരെ കൊണ്ട് വർക്കല വാ. ഞാൻ ഒറ്റയ്ക്ക് കാണത്തുള്ളൂ അവിടെ. നീ പറയുന്നത് നീ നാളെ 1 മണിക്ക് വർക്കല വരുമെന്ന് പറയുന്നത്. നീ വന്ന് എന്നെ വിളി തരാം. വർക്കല വന്നിട്ട് എന്നെ വിളി. ഈ നമ്പറിനൊക്കെ അറിയാമല്ലേ? ആ നമ്പരെ വിളി. നീ പറയുന്നത് ഞാൻ വരും വർക്കല. ഏത് സ്ഥലത്ത് വേണമല്ലോ പിന്നെ വർക്കല. ഏത് സ്ഥലത്ത് വർക്കല വരുമോ നീ? നാളെ നീ വരുമല്ലേ? നീ ഇപ്പൊ എന്താ ജോലിക്ക് പോകുന്നത്? ഞാനിപ്പോ പഠിക്കുകയാണ് കോളേജിൽ. ഈ മൊബൈൽ പൈസ ഞങ്ങളെ പേരെന്തുവാ? അല്ല പറ. എന്റെ ആണ പേര് മനു. ഞാൻ മനു എന്താ പറഞ്ഞേ? മനു അണ്ണൻ വിളിച്ചെന്ന് പറഞ്ഞു. നിന്റെ അമ്മ ഉണ്ടാ? അമ്മയുണ്ട്. അച്ഛനുണ്ടാ? അമ്മക്ക് എന്താ ജോലി? അമ്മക്ക് വീട്ടിൽ ജോലി. വീട്ടിൽ എല്ലാ ജോലിയൊന്നും ഇല്ല? ഇല്ല. നീ ഇപ്പൊ എന്താ പഠിക്കുന്നത്? ഞാൻ ബികോം ഫസ്റ്റ് ഇയർ. നീ ബികോം ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു കലാകാരനെയാണ് അത് സ്നേഹിക്കുന്നത്? ഞാൻ ഒരു കലാകാരനെ സ്നേഹിക്കുന്നത്. സ്നേഹത്തിൽ കിളവക്കാരന എന്ത് പണിയാട്ട് അത് അങ്ങനെ ഇല്ലല്ലോ. വിളിക്കുന്നത് ഇപ്പൊ നീ എവിടെ വിളിക്കുന്നത്? ഞാൻ വീട്ടില്. നിന്റെ അമ്മയെ കൊടു. അമ്മയുടെ കൊടുക്കത്തില്ല. നിന്റെ അമ്മയെ കുറേ നിന്റെ വീട്ടിലല്ലേ വിളിക്കുന്നത്? അമ്മയുടെ കൊടുക്കത്തില്ല. അമ്മ അറിയത്തില്ല. എന്താ അറിയാത്ത? അമ്മ അറിയാത്ത ലൈന. അമ്മ അറിയാത്ത വർക്കല നീ വിളിച്ചാൽ മതി. അമ്മ അറിയാത്ത ലൈനാണോ? അമ്മ അതിനകത്ത് അമ്മ അറിഞ്ഞ ഒന്നുമില്ല. അത് എന്നെ മുഴുവൻ സ്നേഹിച്ചിട്ടുള്ള അമ്മത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം. എനിക്ക് നിന്നെ കാണണം, കണ്ടേ പറ്റൂ. നീ ഇപ്പൊ നേരത്തെ പറയണ നീ 4 ആങ്ങളമാരായിട്ട് വരുമെന്ന്. 4 ആങ്ങളമാരായിട്ട് വർക്കല വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ആങ്ങളമാരുടെ പേരെന്തുവാ? ഒന്ന് മനു.